ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. തൻ്റെ പ്ലാനെല്ലാം വൈശാഖിനെ വിളിച്ചറിയിക്കുകയാണ് മൈഥിലി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാവിത്രിയും മൈഥിലിയും കൂടി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നതാണ്. അങ്ങനെ മൈഥിലിയുടെ പേരിൽ പൂജ നടത്തുകയാണ് സാവിത്രി. ഇവരെന്തിനാ എൻ്റെ പേരിൽ പൂജ നടത്തുന്നത്? എന്താണെങ്കിലും പുഷ്പാഞ്ജലിയല്ലേ, കുഴപ്പമില്ലെന്ന് മനസ്സിൽ പറയുകയാണ് മൈഥിലി. അതേസമയം ഒരു മുത്തശ്ശി സാവിത്രിയെ കാണുകയും സാവിത്രിയെ കണ്ട കാര്യം ഇന്ദ്രജയെ വിളിച്ച് അറിയിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അവർ നേരെ സാവിത്രിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. സാവിത്രി മോൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പണ്ട് ചെമ്പകമംഗലത്തെ ഒരാളെപ്പോലെ ആയിരുന്നു. മോളുടെയും രാമഭദ്രൻ സാറിൻ്റെയും കല്യാണം വരെ ഞാൻ ചെമ്പകമംഗലത്തുണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളായിരുന്നു. അല്പം പാൽപ്പായസം തരട്ടെ മോൾക്ക്? വേണ്ടെന്ന് സാവിത്രി പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ച് സാവിത്രിയെ കൊണ്ട് പായസം കുടിപ്പിക്കുകയാണ് അവര്. അതേസമയം ഇത് കാണുന്ന മൈഥിലിക്ക് അത് വൈശാഖിന്റെ ആളാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവർ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുമ്പോൾ സാവിത്രിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുകയാണ്. എനിക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ, ഇനി നീ എന്തെങ്കിലും ചെയ്തോ എന്ന് മൈഥിലിയോട് ചോദിക്കുമ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് മൈഥിലി പറയുന്നു. അതേസമയം ഇന്ദ്രജ അങ്ങോട്ടേക്ക് വരികയാണ്. നാത്തൂന് എന്നെ മനസ്സിലായോ എന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ സാവിത്രി പറയുകയാണ്, ദേ ഇന്ദ്രജെ, എനിക്കിപ്പോൾ ഒരു പ്രശ്നമുണ്ടാക്കാൻ താല്പര്യമില്ല. ഞങ്ങള് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങാനൊരുങ്ങുകയാണ്. പക്ഷേ എനിക്ക് നാത്തൂനോട് കുറച്ചൊക്കെ സംസാരിക്കാനുണ്ടല്ലോ. ഇടയ്ക്ക് ഞാനൊന്ന് ലോക്കപ്പിൽ കയറിയായിരുന്നു. അത് എൻ്റെ നാത്തൂൻ അറിഞ്ഞായിരുന്നോ? നാത്തൂൻ്റെ ആങ്ങളെയും അമ്മയും ആങ്ങളുടെ പഴയ ഭാര്യയും ഒക്കെ തന്നെ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, ഞാനന്ന് ലോക്കപ്പിലായപ്പോൾ നിന്റെ പേര് പറയാതിരുന്നതേ നീ ഇനിയും എൻ്റെ ഒപ്പം നിൽക്കുമെന്ന് കരുതിയാ. ഇന്ദ്രജെ, ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചില്ലേ? ഇനിയും അതൊക്കെ എന്തിനാ കുത്തിപ്പോക്കുന്നത്? ആ കേസിൽ എന്നെ ജാമ്യത്തിന് വിട്ടെന്നേ ഉള്ളൂ, അല്ലാതെ കേസൊന്നും തീർന്നിട്ടില്ലെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഞാനൊരു പ്രശ്നത്തിനില്ലെന്നും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അന്ന് എന്തൊക്കെയോ പറഞ്ഞു പോയതാണെന്ന് സാവിത്രി പറയുന്നു. എത്രയൊക്കെ ഉടവാൾ പൂജകൾ നടത്തിയാലും ചെമ്പകമംഗലത്ത് എന്താണെങ്കിലും ഒരു സമാധാനവും ഉണ്ടാകാനേ പോകുന്നില്ലെന്ന് ഇന്ദ്രജ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് സാവിത്രി. ഉടവാൾ പൂജയോ? ഇതൊക്കെ ഇന്ദ്രജ എങ്ങനെ അറിഞ്ഞു? അതെല്ലാം ഞാൻ അറിയും എൻ്റെ സാവിത്രി. അവിടെ വീശുന്ന കാറ്റ് വരെ എന്നോട് വന്ന് കാര്യങ്ങൾ പറയും. ഇത് കേൾക്കുന്ന സാവിത്രി മനസ്സിൽ പറയുകയാണ്, ഇനി ഉടവാൾ മോഷണത്തിന് പിന്നിൽ ഇവളായിരുന്നോ? ഇന്ദ്രജെ ഇപ്പൊ പോകാൻ നോക്ക്, എനിക്ക് തീരെ സുഖമില്ല. ദേ സാവിത്രി, ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാം, നീ എൻ്റെ ഒപ്പം കൂടുന്നു? എൻ്റെ ഇന്ദ്രജെ, ഇനി അതിനൊന്നും തന്നെ ഞാനില്ലെന്ന് സാവിത്രി പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, എന്നാലേ ഞാനും നീയും തമ്മിലുള്ള മത്സരത്തിന് ശംഖുവിളി ഇവിടെ മുഴങ്ങുകയാണ്. നിന്നെയും നിന്റെ മകനെയും ഞാൻ തീർത്തിരിക്കും. അത്രയും പറഞ്ഞ് ഇന്ദ്രജ അവിടുന്ന് പോകുമ്പോൾ തലചുറ്റി താഴേക്ക് വീഴുകയാണ് സാവിത്രി. ഇത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മൈഥിലി. പിന്നീട് കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. ക്ഷേത്രത്തിൽ പോയവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് രാജലക്ഷ്മി അമ്മ പറയുമ്പോൾ വഴിപാടൊക്കെ ഇല്ലേ, അതുകൊണ്ടായിരിക്കും അമ്മയെ താമസിക്കുന്നതെന്ന് നന്ദിനി പറയുന്നു. അതേസമയം പുറത്തൊരു കാറിന്റെ ശബ്ദം കേൾക്കുകയാണ്. എല്ലാവരും പുറത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് സാവിത്രിയെ താങ്ങി പിടിച്ചുകൊണ്ടുവരുന്ന മൈഥിലിയെയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ ഞാൻ ഇതിൽ നിരപരാധിയാണെന്ന് മൈഥിലി പറയുന്നു. അമ്മേ, എനിക്കൊരു ചെറിയ തലകറക്കം. നീ എന്തെങ്കിലും ചെയ്തതാണോ എന്ന് രാജലക്ഷ്മി അമ്മ ചോദിക്കുമ്പോൾ മൈഥിലി പറയുകയാണ്, ഞാനൊന്നും ചെയ്തില്ല. ക്ഷേത്രത്തിൽ വെച്ച് ഇവരൊരു സ്ത്രീയായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്നും പായസവും വാങ്ങി കുടിച്ചു. അതിനുശേഷമാ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇതിലെന്തോ ചതിയുണ്ടെന്ന് മീനാക്ഷി പറയുമ്പോൾ ഇനി ഇവള് വല്ല വിഷവും കലക്കി കൊടുത്തോ? രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു. ഇല്ലമ്മേ, ഇവള് പറഞ്ഞതെല്ലാം സത്യമാണെന്ന് സാവിത്രി പറയുന്നു. തുടർന്ന് സാവിത്രി അകത്തേക്ക് കിടക്കാൻ പോകുമ്പോൾ നന്ദിനിയും മീനാക്ഷിയും മൈഥിലിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നീ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. എന്താണെങ്കിലും അത് വൈകാതെ തന്നെ ഞങ്ങള് തെളിയിച്ചിരിക്കും. അതോടെ നിന്റെ അവസാനവുമായിരിക്കും എന്നൊക്കെ ദേഷ്യത്തോടെ പറയുകയാണ് നന്ദിനി. ഇതെല്ലാം കേട്ട് പേടിയോടെ നിൽക്കുകയാണ് മൈഥിലി. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാർത്തിയുടെ കാറ് തടഞ്ഞു നിർത്തുന്ന ഇന്ദ്രജയും രണ്ട് ഗുണ്ടകളെയുമാണ്. നീ എന്നെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യിപ്പിച്ച് അഴിക്കുള്ളിലാക്കുമല്ലേ? നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാ ഞാൻ വന്നിരിക്കുന്നതെന്ന് ഇന്ദ്രജ പറയുന്നു. തെറ്റ് ചെയ്തവരെ എന്താണെങ്കിലും ഞാൻ പരമാവധി ശിക്ഷ കൊടുത്ത് അകത്താക്കുമെന്ന് കാർത്തിയും പറയുന്നു. ഞാൻ ആരാണെന്ന് നിന്നെ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇന്ദ്രജ ഗുണ്ടകളെ നോക്കുമ്പോൾ ഗുണ്ടകള് കാർത്തിയുടെ കയ്യിൽ പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇന്ദ്രജ കാർത്തിയെ കുത്തുന്നതാണ് കാണിക്കുന്നത്. കാർത്തി താഴെ വീഴുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.